ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കാഴ്ചയുടെയും കേൾവിയുടെയും എന്തെല്ലാം അനുഭവങ്ങളാണ് അമ്പാടിയിലെത്തിയ അക്രൂരനുണ്ടാകുന്നത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അമ്പാടിയിൽ വിളങ്ങുന്ന കണ്ണനെ കാണാനായി അക്രൂരൻ തേരിൽ കയറി യാത്ര തിരിച്ചു. കൃഷ്ണപാദങ്ങളെ സ്മരിച്ചുകൊണ്ടാണ് അക്രൂരൻ യാത്ര തിരിച്ചത്. സായംകാലത്ത് അമ്പാടിയിലെത്തിച്ചേർന്ന അക്രൂരൻ പൂഴിയിൽ പതിഞ്ഞ കണ്ണന്റെ കാൽപ്പാടുകൾ കണ്ടപ്പോൾ തേരിൽ നിന്നിറങ്ങി കുമ്പിട്ട് കുപ്പി നിന്നു. തുടർന്ന് ഭക്ത്യാതിദേകതാൻ പൂഴിയിൽ വീണുരുളുകയും ചെയ്തു. പിന്നെ എഴുന്നേറ്റ അക്രൂരൻ കണ്ണന്റെ സാന്നിധ്യത്താൽ അധന്യമായ നന്ദഗോപന്മാരുടെ മന്ദിരം കണ്ടു. അമ്പാടിയിലൂടെ നടക്കുമ്പോൾ അക്രൂരൻ നിരവധി കാഴ്ചകൾ കണ്ടു. പശുക്കളെ കറക്കുന്ന ഒച്ച എല്ലായിടത്തു നിന്നും ഉയരുന്നു. കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും ഓടിക്കളിച്ചു നടക്കുന്ന പശുക്കിടാങ്ങളെയും അക്രൂരൻ കണ്ടു. കാളകൾ പരസ്പരം കുത്തി കളിച്ചപ്പോൾ ഉണ്ടായ പൊടിപടലങ്ങൾ എല്ലാ ദിക്കുകളിലും ഉയരുന്നു. പശുക്കളെ കറക്കുന്നതിനായി ഭംഗിയുള്ള പാൽപാത്രങ്ങളും കയ്യിൽ ചേർത്തു പിടിച്ച് അങ്ങിങ്ങും നടക്കുന്ന യാദവ സുന്ദരികളെയും അക്രൂരൻ കാണുന്നു. സുന്ദരിമാർ പശുക്കളെ പേര് ചൊല്ലി വിളിക്കുന്നതും പാൽപാത്രം ചോദിക്കുന്നതുമെല്ലാം അവിടെ നിന്ന് കേൾക്കാമായിരുന്നു. എൻ്റെ പശുവിനെ കാണുന്നില്ല, തോഴി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ എന്നിങ്ങനെ ഗോപസുന്ദരികൾ അന്യോന്യം അന്വേഷിച്ചു നടക്കുന്നതും അക്രൂരൻ കാണുകയുണ്ടായി. അത്തരം ദൃശ്യാനുഭവങ്ങളാണ് അമ്പാടിയിലെത്തിയ അക്രൂരൻ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അമ്പാടിയിലെ അക്രൂരൻ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. ആയർ, ചാലെ, ചെമ്മെ, പുക്കാൻ തുടങ്ങിയ പഴയകാല പദങ്ങൾ പാഠഭാഗത്തുണ്ടല്ലോ. സമാനമായ പദങ്ങൾ കണ്ടെത്തി എഴുതുക. പദങ്ങളുടെ സവിശേഷതകൾ ചർച്ച ചെയ്യുക എന്നതാണ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്. ചില പദങ്ങളോടും പ്രയോഗങ്ങളോടും ചെറുശ്ശേരിക്ക് അകാരണമായ ഒരു പ്രിയമുണ്ട്. ഉദാഹരണത്തിന് ചെമ്മെ, ചെഞ്ചെമ്മെ, താൻ, മെല്ലെ എന്നിങ്ങനെയുള്ള വാക്കുകൾ കവിതയിൽ പലയിടത്തും ആവർത്തിക്കാറുണ്ട്. നണ്ണിനാൻ, നിൽപ്പനോ, തിണ്ണം, ചൊവ്വോട്, പുക്കാൻ, നിന്നാൻ, കണ്ടാൻ, ചേണുറ്റ, വന്നുതേ, ചാലെ, താവുക എന്നിങ്ങനെയുള്ള പദങ്ങൾ വർത്തമാനകാലത്ത് പ്രയോഗത്തിലില്ലാത്തതാണ്. പ്രചാരലുപ്തങ്ങളായ പല പദങ്ങളും താളഭംഗിക്കും പദപുരാണത്തിനുമായിട്ടാണ് ചെറുശ്ശേരി കവിതയിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പദപ്രയോഗങ്ങൾ എന്ന് പറയുന്നത്. പലതും പഴയ കാലത്ത് ഉപയോഗിക്കുന്നതാണ്, ഇപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിക്കാറില്ലതാണ്. ഇനി അടുത്തത് ഒരു ആസ്വാദന കുറിപ്പാണ്. ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആസ്വാദന കുറിപ്പാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഭാഗവതത്തിലെ കൃഷ്ണകഥയെ ആസ്പദമാക്കി രചിച്ചിട്ടുള്ളതാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. ശ്രീകൃഷ്ണന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള അത്ഭുത കഥകൾ പറയുന്ന ഭാഗവതം ദശമസ്കന്ധത്തെ ഉപജീവിപ്പിക്കുന്ന രചനയാണ് കൃഷ്ണഗാഥ. കൃഷ്ണഗാഥയിലെ ഒരു ഭാഗമാണ് അമ്പാടിയിലേക്ക് എന്ന പാഠഭാഗം. 14 ദിവസം നീണ്ടുനിന്ന ഒരു ചാവപൂജ നടത്തുകയുണ്ടായി കംസൻ. അതിൽ പങ്കെടുക്കുന്നതിന് ശ്രീകൃഷ്ണനെ ക്ഷണിക്കുന്നതിനായി പോകുകയാണ് അക്രൂരൻ. അമ്പാടിയിലേക്കുള്ള ആ യാത്രയിൽ അക്രൂരൻ്റെ ഉള്ളിലുണരുന്ന വിചാരങ്ങളും അമ്പാടിയിലെത്തിയതിനു ശേഷമുണ്ടാകുന്ന ദൃശ്യാനുഭവങ്ങളും ശ്രവ്യാനുഭവങ്ങളുമാണ് പാഠഭാഗത്ത് പരാമർശിക്കുന്നത്. നിഷ്കളങ്കരായ മാമുനിമാരുടെ മനസ്സാകുന്ന മന്ദിരത്തിൽ വിളങ്ങുന്ന ശ്രീകൃഷ്ണനെ കാണുന്നതിനായി ക്രൂരതയേതുമില്ലാത്ത അക്രൂരൻ യാത്ര തിരിക്കുകയാണ്. പുറപ്പെടുന്ന നേരത്ത് അക്രൂരൻ കൃഷ്ണപാദങ്ങളെ സ്മരിച്ചുകൊണ്ട് ചിന്തിച്ചു തുടങ്ങി. കണ്ണനെ കാണാനാണ് പോകുന്നത് എന്നതുകൊണ്ട് മാത്രം താൻ പുണ്യവാനാണെന്ന് അക്രൂരൻ സ്വയം വിലയിരുത്തുന്നു. കണ്ണനെ കാണുന്നതിന് അയാൾക്ക് അമൃത വർഷമാണ്. കണ്ണന്റെ കൺമുനയുണ്ടാകുന്ന കാറുവണ്ട് താനാകുന്ന പൂവിൽ ആനന്ദ നൃത്തം ചെയ്യുന്നത് അയാൾ ഭാവനയിൽ കാണുന്നു. ഭക്തിയാകുന്ന തേനായിരിക്കണം അക്രൂരനാകുന്ന പൂവിൽ നിന്ന് കണ്ണന്റെ കണ്ണുകൾ നുകരുന്നത്. അക്രൂരൻ സ്വയം ഒരു പൂവായും കാർണവർണന്റെ കൺമുനയെ വണ്ടായും സങ്കല്പിക്കുന്നു. കണ്ണനെ നേരിൽ കാണുന്ന ലക്ഷ്മി ദേവി വിളയാടുന്ന പൂമേനി കണ്ട് ആനന്ദ നിർവൃതിയിൽ കൊണ്ട് നിൽക്കുമെന്നും കണ്ണന്റെ പുഞ്ചിരിയാകുന്ന പൂനിലാവേറ്റ് തൻ്റെ മനസ്സാകുന്ന ആമ്പൽ ഉത്സവത്തോടെ ആനന്ദത്തെ നിറച്ച് ദുഃഖങ്ങളെല്ലാം ഇല്ലാതാക്കുമെന്നും വെണ്ണ പൂണ്ടിട്ടുള്ള ആ ഉണ്ണിക്കൈ മുകരുമെന്നും കണ്ണനെ നേരിൽ കാണുമ്പോൾ ഓടിച്ചെന്ന് ആലിംഗനം ചെയ്യുമെന്നും കണ്ണന്റെ പാദങ്ങളെടുത്ത് തൻ്റെ ശിരസിൽ വെക്കുമെന്നും എല്ലാം അക്രൂരൻ നിശ്ചയിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആസ്വാദനം എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ അമ്പാടിയിലേക്ക് എന്ന പാഠഭാഗത്ത് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് അക്രൂരൻ അമ്പാടിയിലേക്ക് പോകുന്നത്? ആരുടെയാണ്? കംസന്റെ. അതുപോലെ കൃഷ്ണനെ കാണാൻ അമ്പാടിയിലേക്ക് പോകുന്നത് ആരാണ്? അക്രൂരനാണ്. ഇനി
കണ്ണനെ കാണാൻ പോകുന്ന താൻ ആരാണ് എന്നാണ് അക്രൂരൻ പറയുന്നത്. പുണ്യവാനാണെന്നാണ് പറയുന്നത്. മഹർഷിമാർ മനസ്സിൽ വെച്ച് ആരാധിക്കുന്നത് ആരെയാണ്? ശ്രീകൃഷ്ണനെയാണ്. മാമുനിമാരുടെ മനസ്സിനെ എന്തായി സങ്കല്പിച്ചിരിക്കുന്നു? മന്ദിരമായിട്ടാണ്. ശ്രീകൃഷ്ണന്റെ ശരീരകാന്തിയെ എന്തിനോടാണ് താരതമ്യം ചെയ്തത്? പീയൂഷമാരുതിയോടാണ്. കൃഷ്ണന്റെ കണ്ണിനെ എന്തിനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്? കാർവണ്ടിനോടാണ്. ഓക്കെ, ഇനി അടുത്തത് കൊല്ലണമല്ലേ, എന്തൊരു കഷ്ടമാണിത്. വൃക്ഷങ്ങൾക്ക് പകയില്ലെന്ന് കാര്യവും അറിയില്ല. വെട്ടിമുറിക്കുമ്പോഴുണ്ടാകുന്ന വേദന പൊറുക്കണമെന്ന് വെട്ടുകാരൻ അപേക്ഷിച്ചാൽ നിരസിക്കുന്നത് എങ്ങനെയാണ്? ഈ വരികളിൽ തെളിയുന്ന മനോഭാവം വിശകലനം ചെയ്യുക. ഓക്കെ, ഇരുമ്പവനും മലർ ഗന്ധമേകും, വെട്ടുന്നവനും തരു ചൂടകറ്റും, ഹാനിപ്പവനും കിളി പാട്ടുപാടും, പരോപകാരമേ പ്രവണം പ്രപഞ്ചം എന്ന ഉള്ളൂരിൻ്റെ വരികൾ എത്രമാത്രം സത്യമാണെന്ന് തേൻവരിക്ക എന്ന കഥയിലെ പ്ലാവ് തെളിയിക്കുന്നു. ഹിംസയെ പിന്തുണക്കുന്ന മനുഷ്യ കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അഹിംസ, ക്ഷമ, ത്യാഗസന്നദ്ധത തുടങ്ങിയ ഉന്നത മൂല്യങ്ങളാണ് പ്ലാവ് ഉയർത്തിപ്പിടിക്കുന്നത്. തന്നെ മരക്കച്ചവടക്കാർക്ക് മുറിച്ചു വിൽക്കാൻ ശ്രമിക്കുന്നത് സുരേന്ദ്രനാണെന്ന് പ്ലാവിനറിയാം. അയാൾ തലയിൽ ഒരു കൊമ്പടിച്ചിട്ട് കൊന്നുകളയാൻ അച്ഛനായ അയ്യപ്പൻ പോലും പുത്രസ്നേഹം വെടിഞ്ഞു പ്ലാവിനെ ഉപദേശിക്കുന്നു. അങ്ങനെ ചെയ്താൽ സ്വന്തം ജീവിതം പ്ലാവിനെ രക്ഷിക്കാം. എന്നിട്ടും സുരേന്ദ്രൻ അപകടപ്പെടുത്തുമെന്ന് പ്ലാവ് ചിന്തിക്കുന്നില്ല. താൻ ഇല്ലാതായാൽ ആ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് പ്രയാസത്തിലാകുമെന്ന സങ്കടമേ അദ്ദേഹം അപ്പോഴും പ്ലാവിനുള്ളൂ. തന്നെ വെട്ടാൻ വരുന്നവരോട് പോലും പുറത്തു കൊടുക്കുന്ന അത്ര ഉദാരമാണ് പ്ലാവിൻ്റെ സമീപനം. വൃക്ഷങ്ങൾക്ക് പകയില്ലെന്ന കാര്യം പ്ലാവ് അയ്യപ്പനെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഒരു സന്യാസിയുടേതിന് തുല്യമായ സംയനമാണ് പ്ലാവിനുള്ളത്. ബുദ്ധനും ഗാന്ധിജിയുമെല്ലാം ഉയർത്തിപ്പിടിച്ച ക്ഷമ, അഹിംസ എന്നീ ദർശനങ്ങളുടെ പ്രയോക്താവാണ് പ്ലാവ്. അന്യജീവന് തുകി സ്വജീവിതം ധന്യമാക്കുകയാണ് തേൻവരിക്ക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തേൻവരിക്കയിൽ എന്താണ് ആ ഒരു പ്ലാവിൻ്റെ മനോഭാവം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതാം. ഇനി എനിക്ക് തോന്നിയിട്ടുള്ള സ്നേഹവും ശ്രദ്ധയും ഭക്തിയും ഈ ജീവിതത്തിൽ വേറൊരാളിനോട് പങ്കുവെക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. എന്നാൽ അയാളുടെ ആത്മസമർപ്പണം എനിക്ക് വിലപ്പെട്ടതായി തോന്നി. 2 ടാക്സിക്കാർ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. കർത്താർ സിംഗിന്റെ എന്തെല്ലാം സവിശേഷതകളാണ് ലേഖകന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്? സന്ദർഭവും പാഠഭാഗവും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ നമുക്ക് എഴുതാം? ജീവിതത്തിലെ ചില അനുഭവങ്ങൾ നമ്മുടെ കണ്ണു തുറപ്പിക്കും. അപ്രതീക്ഷിതമായ ഭാഗത്തു നിന്ന് സഹായം ലഭിക്കുകയും നമുക്ക് താങ്ങാവുമെന്ന് കരുതുന്നവർ കൈയൊഴിയുകയും ചെയ്യും. ഇത്തരത്തിലുള്ള 2 അനുഭവങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളാണ് നിത്യചൈതന്യയുടെ 2 ടാക്സിക്കാർ എന്നത്. 1957-58 കാലഘട്ടത്തിലെ ഒരനുഭവമാണ് അദ്ദേഹം ആദ്യം പറയുന്നത്. സുഹൃത്തായ ദാമോദർ ഗാവുങ്കറിനോടൊപ്പം ഒരു ടാക്സിയിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്രൈവറായ കർത്താർ സിംഗിനെ പരിചയപ്പെടുന്നതിനെ പറ്റിയാണ് യതി ആദ്യം ഓർക്കുന്നത്. MA വിദ്യാർത്ഥിയായിരുന്ന തൻ്റെ സുഹൃത്തിനെ ഇമ്മാനുവൽ കാറ്റിങ്ങിൻ്റെ തത്വചിന്ത പറഞ്ഞു ഓർക്കുന്നു. അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുന്നതിനിടെ ഡ്രൈവറായ കർത്താർ സിംഗ് ഇടപെടുകയും യതിക്ക് കൃത്യമായി പറയാൻ കഴിയാതിരുന്ന ആശയം അനായാസം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. തത്വചിന്തയിലുള്ള ആ ടാക്സി ഡ്രൈവറുടെ പരിജ്ഞാനം യതിയെ അത്ഭുതപ്പെടുത്തി. ഇപ്പോൾ പാകിസ്ഥാനിൻ്റെ ഭാഗമായ ലാഹോറിലെ MA ഫിലോസഫിക്ക് പഠിക്കുകയായിരുന്നു അയാൾ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്തുണ്ടായ കലാപത്തിൽ പിതാവിനെയും സഹോദരനെയും നഷ്ടപ്പെട്ട അയാൾ അമ്മയെയും കൊണ്ട് ബോംബെയിൽ എത്തിയതായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട അയാൾ പിന്നീട് ജീവിതം തിരികെ പിടിക്കുകയും മെച്ചപ്പെട്ട സാമ്പത്തികാവസ്ഥ നേരിടുകയും ചെയ്തു. ബലിഷ്ഠമായ കൈകളും പതറാത്ത മനസ്സുമാണ് അയാൾക്ക് ആകെയുണ്ടായിരുന്നത് പിൻബലം എന്ന് യതി പറയുന്നു. ഒടുവിൽ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി ഏറെ നേരത്തിനു ശേഷമാണ് തൻ്റെ പേഴ്സ് ടാക്സിയിൽ വെച്ച് മറന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത്. ഓക്കെ, ഇനി കഥയിൽ പ്ലാവ് ഒരു കഥാപാത്രമായി മാറുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാനാണ്. അപ്പോൾ അവിടെ എന്താണ് പ്ലാവ് എന്ന് പറയുന്നത്? അവിടെ ഉദാരമതിയും ധനികനും നിസ്വാർത്ഥനുമായ ഒരു തറവാട്ടുകാരനവരാണ് തേൻവരിക്ക എന്ന് പറയുന്നത്. അങ്ങനെ ഇത് ഈ കഥയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി മാറുന്നു. തലമുറകളായി കുടുംബത്തിൻ്റെ അന്നദാതാവാണ് തേൻവരിക്ക. കുടിവെള്ളം സംരക്ഷിക്കുന്നു, ശുദ്ധവായു നൽകുന്നു, മണ്ണിന് കാവൽ നൽകുന്നു, കുട്ടികൾക്കും തണലും കളിത്തട്ടും സമ്മാനിക്കുന്നു. അത് തുടരാൻ വേണ്ടി താൻ നശിപ്പിക്കപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നു. അനർത്ഥങ്ങൾ മനുഷ്യർ അനുഭവിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഭൂമിയോളം ക്ഷമിക്കുന്നു. ഒരു സന്യാസിയുടേതിന് തുല്യമായ സംയമനമാണ് പ്ലാവിനുള്ളത്. ആ കുടുംബത്തിൽ സുരേന്ദ്രനൊഴികെയുള്ള എല്ലാവർക്കും പ്ലാവിനോട് സ്നേഹമാണ്. എന്നാൽ പ്രയോജനവാദിയായ സുരേന്ദ്രന്റെ ആർത്തിക്ക് മുന്നിൽ അയ്യപ്പന്റെയും കുടുംബത്തിന്റെയും വൃക്ഷസ്നേഹം തോറ്റുപോവുകയും ചെയ്യുന്നു. അതുമൂലം അത് മുറിക്കുകയും അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായത് അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു ചോദ്യമാണ്. ഇവിടെ നമ്മുടെ തേൻവരിക്കയിലെ കുറച്ച് ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. മടിച്ചാണെങ്കിലും അയ്യപ്പൻ മകനെ ഉപദേശിച്ചു, തേൻവരിക്ക വിളിക്കരുത്, അത് മക്കളെ പോറ്റിയതല്ലേ. തലയിൽ ഒരു കൊമ്പടിച്ചിട്ടെങ്കിലും ആ ദുഷ്ടനെ. സുരേന്ദ്ര, മണ്ണും മരവും തമ്മിലുള്ള ബന്ധം നിനക്കറിഞ്ഞുകൂടാ. മരം വെട്ടിയാൽ വേരുണങ്ങും, മണ്ണുണങ്ങും, കാറ്റത്തും മഴയത്തും പറന്നൊലിച്ചു പോകും. തേൻവരിക്കയിലെയാണല്ലേ.
തന്നിരിക്കുന്ന സൂചനകളും കഥയിലെ മറ്റു സന്ദർഭങ്ങളും പരിഗണിച്ച് അയ്യപ്പൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഒരു നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.